ഹലോ, ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സാറ്റർഡേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ലേറ്റായിട്ട് പിന്നെ എഴുന്നേറ്റും ഞാൻ നേരെ ബ്രഷൊക്കെ ചെയ്ത് കിച്ചണിലേക്ക് വന്നു. കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന പണി തലേന്ന് രാത്രിയൊക്കത്തെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്തു വെക്കും. അങ്ങനെ അതെല്ലാം പെട്ടെന്ന് തന്നെ എടുത്തു വെച്ചു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ മാഗി ഉണ്ടാക്കാമെന്ന് കരുതി. കുട്ടികൾ കുറേ ദിവസം എന്നോട് പറയുന്നത് മാഗി ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാമെന്ന് കരുതി. ആദ്യമൊക്കെ ഈ മാഗി ഞാൻ ഇടയ്ക്കിടെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം ഞാൻ ഒരു 2-3 ആഴ്ച ഒക്കെ കൂടുമ്പോഴാണ് അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അത്ര വലിയ നല്ലതൊന്നുമല്ല, എന്നാലും നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെ എളുപ്പത്തിൽ പണി തീർക്കാൻ കഴിക്കാമല്ലോ. അങ്ങനെ ഞാൻ 3 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഉണ്ടാക്കുന്ന എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ കുട്ടികൾക്ക് വെജിറ്റബിൾസും കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ആ എല്ലാ മാഗി പാക്കറ്റ്സും പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വരുന്ന സാഷേ ചെറിയ പാക്കറ്റ്സിൽ അതുമെല്ലാം ഒരുമിച്ച് തന്നെ ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് ഇതിലേക്ക് കുറച്ചൊന്ന് വെജിറ്റബിൾസ് പറഞ്ഞല്ലോ, അപ്പം ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കുന്നത്. പണ്ട് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ മാഗി ഉണ്ടാക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് മാഗി എന്ന് പറഞ്ഞാൽ നമുക്ക് 2 മിനിറ്റ്സ് മാഗി എന്നൊക്കെ പറഞ്ഞിട്ട് വരുമെങ്കിലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക ഭയങ്കരമായ പണിയിൽ തന്നെ ഉണ്ടാക്കുക. അതായത് കുറച്ച് സവാളയും ക്യാരറ്റും ബീൻസും ഒക്കെ കട്ട് ചെയ്ത് ഓയിൽ വഴറ്റി അതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളമൊഴിച്ച് എന്നിട്ട് മാഗി ഇട്ട് തിളപ്പിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം അധിക പണികളും എളുപ്പപ്പണിയാണല്ലോ നോക്കുക. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ഒരുമിച്ചിട്ട് അങ്ങ് വേവിക്കും. എക്സ്ട്രാ വഴറ്റലോ പിടിക്കലോ ഒന്നുമില്ല, ഇങ്ങനെ വേവിച്ചിട്ട് ചെയ്യാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, നല്ല ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അതും കുറച്ചൊരു എന്താ പറയുക ഹെവി ആയിട്ടുള്ളതായിരിക്കും. പക്ഷേ ഞാനിന്നിവിടെ ചിക്കൻ ഇല്ല, പക്ഷേ ഇതിൽ മുട്ടയും ചേർക്കുന്നുണ്ട്. പച്ചക്കറി ഇതുകൊണ്ട് ഇവിടെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. ഹസ്ബൻഡും കുട്ടികളും വലിയ ഓക്കെ പറയലൊന്നുമില്ല. വെജിറ്റബിൾ വേണമെന്നില്ല, മുട്ട ഇട്ടാൽ മതി കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ മുട്ടയിട്ടിട്ട് ചേർക്കുമ്പോൾ വെജിറ്റബിളും കൂടി ആഡ് ചെയ്യും. അപ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് ഞാൻ അതിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അത് അവിടെ അടുപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ലഞ്ചിനേക്ക് വേണ്ടിയിട്ടുള്ള മീൻ ഞാൻ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാഗി അവിടെ നിന്ന് കുക്കാകുന്ന സമയം കൊണ്ട് ഞാൻ കരുതി ചോറിനുള്ള അരി അവിടെ ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറിനുള്ള അരിയൊക്കെ എടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഈ സമയം ഹസ്ബൻഡും കുട്ടികളൊക്കെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ മാഗിയുടെ വെള്ളമൊക്കെ ചെറുതായിട്ട് വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് മാഗി നൂഡിൽസ് അല്ല, ഇൻഡോമിയുടെ നൂഡിൽസാണ്. നമ്മൾ പണ്ടേ മാഗി നൂഡിൽസ് വാങ്ങിച്ച് ഇപ്പോൾ ഇൻഡോമി ആയാലും മറ്റേത് ബ്രാൻഡായാലും മാഗി എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ഇൻഡോമീൻ്റെ നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഈ സമയം ഞാൻ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഞാൻ മുട്ട ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ചിക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ 2 മുട്ടയാണ് എടുക്കുന്നത്, അത്ര മതിയാകും. അപ്പോൾ 2 മുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ കുരുമുളക് പൊടിയോ ഉപ്പോ ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ആ മുട്ട പൊട്ടിച്ച് ജസ്റ്റ് അതിനൊന്ന് ചിക്കിയെടുക്കുക, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അതവിടെ ചിക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ആ മാഗിയിലെ വെള്ളം വറ്റുന്നതിനനുസരിച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുട്ട ചിക്കിയത് ഇതായിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാഗിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോൾ ഞാൻ ഈ മുട്ട ചിക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുക്കും. അങ്ങനെ എൻ്റെ നൂഡിൽസ് അവിടെ റെഡിയായി. ഇനി ചായക്കുള്ള പാൽ വെക്കണം. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെയാണോ ഈ നൂഡിൽസ് ഉണ്ടാക്കുക എന്നുള്ളത് പറയണേ. അപ്പോൾ എൻ്റെ തട്ടിക്കൂട്ട് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതായത് നമ്മുടെ മാഗി. അപ്പോൾ ഞാനത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഫോർക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ചായയും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ ചായ ഒന്ന് നല്ല പോലെ അടിച്ചെടുത്ത ചായ ആക്കാമെന്ന് കരുതി. അപ്പോൾ ഒരു പാട്ടയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇടയ്ക്ക് ചിലപ്പോൾ നല്ല മടിയായിരിക്കും ഈ അടിച്ച ചായയൊക്കെ. അപ്പം ഞാൻ ഡയറക്റ്റ് ആ പാനിൽ തന്നെ അങ്ങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇന്ന് നല്ലൊരു അടിച്ച ചായ കുടിക്കാൻ പൂതിയായതുകൊണ്ട് ഞാൻ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് ചായ. അപ്പോൾ അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ മാഗിയും ചായയും ഒക്കെ കൊണ്ടുവച്ച് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അൽഹംദുലില്ലാ അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഇനി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള നമ്മുടെ പരിപാടി ബാക്കിയുണ്ടല്ലോ, പാത്രം കഴുകുക. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തു. പെട്ടെന്ന് തന്നെ എന്ന് പറയുമ്പോൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ടാണ് എടുത്തത്. ഇതിപ്പോൾ വീഡിയോ സ്പീഡാക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റും. അപ്പോൾ ഞാനിനി ലഞ്ചിലേക്കുള്ള പരിപാടിയിലേക്ക് കടന്നു. അപ്പോൾ ഇന്ന് ലഞ്ചിന് ഞാൻ മുരിങ്ങ ഉണ്ടായിരുന്നു, 2 മുരിങ്ങ വാളുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു തേങ്ങ അരച്ച കറിയും, നമ്മളതിന് മുരിങ്ങ താളിച്ചത് എന്നാണ് പറയുക ഈ തേങ്ങ അരച്ചിട്ട് വെക്കുന്നതിന്. പിന്നെ മീൻ കറിയാണെങ്കിൽ മീൻ ചാറ് എന്ന് പറയും, പച്ചക്കറിയൊക്കെ താളിച്ചത്. അപ്പോൾ അത് മുരിങ്ങ ഒന്ന് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് അതൊന്ന് നല്ലപോലെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 2 മുരിങ്ങ ആണ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മോന് വന്നിട്ട് എന്തോ കംപ്ലയിൻറ്റ് വന്ന് പറയുന്നതാണ്, മോളുടെ കംപ്ലയിൻറ്റ് വന്ന് പറഞ്ഞത്. അപ്പോൾ അതിനൊരു പരിഹാരമൊക്കെ ആക്കി കൊടുത്തു. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മുരിങ്ങ വാൾ കട്ട് ചെയ്തെടുത്ത് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള പച്ചമുളകും കറിവേപ്പിലയും സവാളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇതിൻ്റെ കൂടെ കുറച്ച് പരിപ്പ് ഇട്ടിട്ട് വെക്കുക, അത് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ കുറച്ച് പരിപ്പ് കഴുകി എടുത്തിട്ട്, ഇത് ചെറുപയർ പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള ഒരു ചെറിയ കഷ്ണം സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനുണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാവരും ഇതുപോലെ ആയിരിക്കും റെസിപ്പി എന്ന് എനിക്കറിയില്ല, ചിലരത് മാറ്റമുണ്ട്. അപ്പോൾ ഞാനുണ്ടാക്കുന്ന ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് അതവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത സവാളയിൽ കുറച്ച് ഞാൻ അവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് മീൻ മുളകിട്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും അവിടെ ഇതായി. അതിന് വേണ്ടിയിട്ടുള്ള തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മുളകിട്ടൊക്കെ വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കരുതി നമുക്ക് വറവ് വേണമല്ലോ, ചോറിൻ്റെ കൂടെ സൈഡായിട്ടൊരു വറവ് വേണമല്ലോ. അപ്പോൾ ബീട്രൂട്ട് വറവ് ഉണ്ടാക്കുക. അപ്പോൾ അത് തൊലി കളയാണ്. അത് തൊലി കളയുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഓർമ്മയായി ഫ്രൈ എന്നുണ്ടാക്കുക. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പോയി ചോദിച്ചു. അപ്പോഴുള്ള വിശേഷം നിങ്ങൾ കേട്ട് നോക്കും. ചോറിന് മീൻ പൊരിച്ചത് വേണോ, സോയാ ചങ്ക്സ് ഫ്രൈ വേണോ? ഓക്കെ സെറ്റ്. സോയാ ചങ്ക്സാ? ഓക്കെ, അപ്പോൾ സോയാ ചങ്ക്സ്. ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ മോൻ ഓടി വന്നിട്ട് പറഞ്ഞ് സോയാബീൻ ഫ്രൈ മതി. അപ്പോൾ അതാ ഹസ്ബൻഡ് പറഞ്ഞു ഇപ്പോൾ ഭരണമൊക്കെ മാറിയില്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ മോളതിൻ്റെ ഇടയിൽ എക്സാമിന് വേണ്ടിയിട്ടുള്ളതൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം വന്നിട്ട് ആ ബാക്കിയുള്ള ബീറ്റ്റൂട്ടൊക്കെ തൊലി കളഞ്ഞ് ഇനി അതൊന്ന് ഫുഡ് പ്രോസസ്സറിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ബീറ്റ്റൂട്ടിൻ്റെ ഒക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള പച്ചമുളക്, സവാള, കറിവേപ്പില എന്നിവയൊക്കെ എടുക്കണം. അപ്പോൾ അതും ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ആ മുളകിട്ടതിന് മുറിച്ചിട്ടത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വറവിൻ്റെതാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു പീസ് ബീറ്റ്റൂട്ട് കട്ടാവാതെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബീറ്റ്റൂട്ട് വറവിൻ്റെതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ എണ്ണ ചൂടായി വന്നപ്പോൾ കടുകും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ പരിപ്പും മുരിങ്ങയും വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് 2 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ആ ബീറ്റ്റൂട്ട് ഉണ്ടല്ലോ, ഞാൻ ആ ബീറ്റ്റൂട്ട് ഇതാക്കിയ ഫുഡ് പ്രോസസ്സറിൽ തന്നെയാണ് നമ്മുടെ സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വേറെ പാത്രത്തിലേക്ക് മാറ്റമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അത് അവിടെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് ലോ ഫ്ലെയിമിൽ അവിടെ നിന്ന് ആവട്ടെ. അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ പരിപ്പും മുരിങ്ങയും കറിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും നേരിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി അരച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് അവിടെ നിന്ന് തിളക്കട്ടെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മുരിങ്ങ താളിച്ചത്, വെള്ളരിക്ക താളിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് നമ്മുടെ താളിച്ചത്. ഈ തേങ്ങയൊക്കെ അരച്ച് യെല്ലോ കളറുള്ള കറിക്കാണ് നമ്മൾ താളിച്ചതെന്ന് പറയാം.
ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അനിയത്തിക്ക് ഏറ്റവും ഫേവറേറ്റാണ് ഈ നമ്മുടെ പൊട്ടിക്കയില്ലേ, അത് താളിച്ചത്. എനിക്കത് അത്ര വലിയ ഇഷ്ടമല്ല, പക്ഷേ ഇഷ്ടമല്ലെങ്കിലും എല്ലാം കഴിക്കണം എന്നാണ് പണ്ടേ ഉമ്മ പഠിപ്പിച്ചത്. അതുകൊണ്ട് എന്ത് ഇഷ്ടമല്ലെങ്കിലും കഴിക്കും. അപ്പോൾ അതന്നെ ഞാൻ എൻ്റെ മക്കളോടും ഫോളോ ചെയ്യലുണ്ട്, ആ റൂൾസ് തന്നെ. ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ എന്തായാലും കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരും അത് മാഷാ അല്ലാഹ് കഴിക്കലുണ്ട്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ കറിയൊക്കെ തിളച്ച് അതിലേക്കുള്ള ചട്ടിയാച്ചലൊക്കെ കഴിഞ്ഞ് കറി അവിടെ സെറ്റാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫ്രൈ ഈ സോയാ ചങ്ക്സ് ആണെന്ന് പറഞ്ഞല്ലോ, മീൻ ഫ്രൈ ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ മോന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ ഓക്കെ അതാക്കിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കുറച്ച് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വറവിന് കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അങ്ങനെ മതിയാവും. അത് അവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ട് വറവും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സോയാ ചങ്ക്സ് ഇതിലേക്ക് ഇട്ടല്ലോ, ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊരു കുറച്ച് സമയം അതവിടെ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ സമയം ഞാൻ കരുതി മീൻ മുളകിട്ടതിനുള്ള സവാളയും പച്ചമുളകും കറിവേപ്പിലയും തക്കാളിയും ഒക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ മീൻ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഐസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ മാന്തൽ മീനായിരുന്നു എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റായി. ഇനി ഞാൻ കരുതി ഈ നമ്മുടെ മുളകിട്ടയിലേക്ക് പച്ച മാങ്ങ ഉണ്ടായിരുന്നു, അതൊന്ന് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ എടുത്തപ്പോഴുണ്ട് കാണുന്നു മാങ്ങ നല്ല മഞ്ഞ കളറിലായിട്ട് അത് പഴുത്തിട്ട്. അപ്പം ഞാൻ കരുതി കുറച്ചൊരു പുളി ഉണ്ടാവും, ചെറിയൊരു പുളിയും മധുരവും ഒക്കെ ആയിട്ടുള്ള ഒരിതായിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി ഒന്ന് ഉപ്പും മുളകൊക്കെ പെരക്കിയിട്ട് തിന്നാം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാനത് കട്ട് ചെയ്ത് ആ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല പോലെ അതൊന്ന് മിക്സാക്കി. ഇതിപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കാണുമ്പം തന്നെ വായിന്ന് നല്ല വെള്ളം വരുന്നുണ്ട്. ശരിക്കും പറയാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ മാങ്ങയുടെ പുളിയും മധുരവും പിന്നെ നമ്മൾ ചേർത്ത മുളക് പൊടി പഞ്ചസാരയൊക്കെ. അപ്പോൾ നിങ്ങളിങ്ങനെ ഈ മാങ്ങ ഉപ്പും മുളകൊക്കെ പെരക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്തൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് വേഗം തന്നെ ഹസ്ബൻഡിനും കുട്ടികൾക്കൊക്കെ കൊണ്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങളത് കഴിച്ചു. പിന്നെ ഞാൻ വീണ്ടും എൻ്റെ പണിയിലേക്ക് തിരിച്ചു വന്നു. പിന്നെ മുളകിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും ഉലുവയൊക്കെ ചേർത്ത് പൊട്ടിച്ച് പിന്നെ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറി ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റി കൊടുത്ത് പിന്നെ പൊടികളൊക്കെ ചേർത്ത്. ഞാൻ പൊടികൾ ചേർക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഞാൻ ഓൾറെഡി കുറേ വീഡിയോസിൽ ഈ മുളകിട്ടത് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ മുളകിട്ടതൊക്കെ അവിടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം നമ്മുടെ സോയാ ചങ്ക്സ് ഉണ്ടല്ലോ അത് നല്ലപോലെ സോക്കായിട്ട് ഞാൻ ആ ചൂടുവെള്ളമൊക്കെ മാറ്റി പിന്നെ ഇതിനെ ഒന്ന് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് ഒരു 2-3 തവണ അതൊന്നിങ്ങനെ വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ പിഴിഞ്ഞ് അതൊന്ന് ഡ്രൈ ആക്കി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും. ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മുടെ നേരിയ ജീരകം പൊടിച്ചതുണ്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി അതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം നമ്മുടെ മുളകിട്ട ഇതിൻ്റെ ഇതൊക്കെ തിളച്ച് വന്നിട്ട് ഞാൻ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും അവിടെ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ മുളകിട്ടതൊക്കെ അവിടെ സെറ്റായി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇനി ഇതിലേക്ക് ഈ നമ്മുടെ സോയാ ചങ്ക്സിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നല്ല ക്രിസ്പി ആയി കിട്ടും. അത് ഒട്ടും എണ്ണ ഒന്നും അങ്ങനെ കുടിക്കില്ല. അല്ലെങ്കിൽ അതൊരു എണ്ണയൊക്കെ കുടിച്ച് എനിക്കങ്ങനെയാണ് ഒരു ഫീൽ ഉണ്ടാവൽ, ഒരു എന്താ പറയുക ഒരു സ്പോഞ്ച് ടൈപ്പ് പോലെയാണ് ഉണ്ടാവുക. പക്ഷേ ഈ കോൺഫ്ലോർ ചേർത്ത് പൊരിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് അധികം എണ്ണ ഒന്നും കുടിക്കാത്ത തരത്തിലാണ് ഉണ്ടാവൽ. അപ്പോൾ ഞാനത് എണ്ണ ചൂടായി വന്നപ്പോൾ ഇത് നമ്മുടെ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓയിൽ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതവിടെ ഒരു ഭാഗം തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ നാവുന്ന സമയം കൊണ്ട് ഞാൻ കരുതി വേഗം തന്നെ തലേന്നൊക്കെ ആറിയിട്ട കുറച്ച് ഡ്രസ്സ് എനിക്ക് മടക്കി വെച്ചിട്ട് ആ സ്റ്റാൻഡ് എടുത്ത് വെക്കാനാണ്. അപ്പോൾ അത് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ താഴെ നിന്ന് കുട്ടികളൊക്കെ വന്നിട്ട് ഇവിടെ എല്ലാവരുമായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തതാണ്. അവർ സാറ്റ് കളിക്കുന്നതായിരുന്നു. ഇത്രയും നേരം ഹസ്ബൻഡ് ഹാളിൽ ഇരുന്നിട്ട് ടി വി ഒക്കെ കാണുന്നായിരുന്നു. പിന്നെ കുട്ടികൾ വന്ന് കളിച്ചോട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ ഹസ്ബൻഡിന് കുറച്ച് വർക്കും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് അപ്പോൾ റൂമിൽ പോയിട്ട് ആണ്. അപ്പോൾ കുട്ടികൾ ഹാളിലും കിച്ചണിലും ഒക്കെ ആയിട്ടാണ് ഒളിച്ച് നിന്നിട്ട് കളിക്കുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തതാണ്.
അപ്പോൾ അവർ ഒളിച്ചു നിന്ന സ്ഥലം കണ്ടില്ലേ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ചെറുതിൽ എൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ താമസിക്കാൻ പോയാലും മൂത്താപ്പാൻ്റെ മക്കളൊക്കെ കൂടിയിട്ട് ഞങ്ങളിത് കളിക്കലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഷോള് മൂത്താപ്പാൻ്റെ മുകളിലിടും, അവളുടെ ഞാനിടും. അപ്പോൾ ഈ സാറ്റ് ഇതാക്കിയ ആൾ കാണുമ്പോൾ തെറ്റിദ്ധരിക്കുമല്ലോ, അങ്ങനെയായിരുന്നു. അതൊക്കെ ഓരോ ഓർമ്മ വന്ന്. അപ്പോൾ ഇതാ ഒരാളിതിൻ്റെ സൈഡിലായിട്ട് ഒളിച്ച് നിന്നിട്ടുണ്ട്, ഒരാൾ കട്ടിൻ്റെ ഉള്ളിലായിട്ടും ഒക്കെ. പിന്നെ അവർ അക്കളിയൊക്കെ കഴിഞ്ഞ് വേറെ ഇതായി. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇവരെ വീഡിയോസൊക്കെ എടുത്ത് നിൽക്കാൻ നിന്നു. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഓർമ്മ വന്നു, എൻ്റെ സോയാ ചങ്ക്സ് അവിടെ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വേഗം കിച്ചണിലേക്ക് ഓടിപ്പോയി അതൊക്കെ റെഡിയാക്കി എടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ പണിയിലേക്ക് തന്നെ വന്ന്. അപ്പോഴേക്ക് ബാക്കിയുള്ള സോയാ ചങ്ക്സൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് കുറച്ച് ഒരു ഭാഗം ഞാൻ അവരെ കളി നോക്കിയിരുന്നത് കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനല്ലേ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കരുതി വേഗം ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എനിക്ക് ഈ പണികളൊക്കെ കഴിഞ്ഞാൽ വേഗം തന്നെ അവിടെ വൃത്തിയാക്കണം. അപ്പോൾ ഞാനത് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയിട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കി നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ ഉണ്ടായിരുന്നു, അതൊക്കെ വേഗം തന്നെ കഴുകി. പിന്നെ ഞാൻ വേഗം പോയിട്ട് കുളിച്ചു. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ എല്ലാ ഇതും അതേപടി ഞാൻ അങ്ങനെ അങ്ങ് പാത്രത്തിലേക്കൊന്നും മാറ്റാതെ ആ ചെമ്പോടുകൂടി തന്നെ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. സമയം എല്ലാവരും കുളിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം ചോറ് വിളമ്പാൻ നിന്നു. പ്ലേറ്റിലേക്ക് നമ്മുടെ ആവി പറക്കുന്ന നല്ല മട്ടയരി ചോറും പിന്നെ നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള പരിപ്പും മുരിങ്ങ വാള് താളിച്ചതും പിന്നെ ഇതിലേക്ക് നല്ല മാന്തൽ മുളകിട്ടതും പിന്നെ നമ്മുടെ ബീട്രൂട്ട് വറവും പിന്നെ ഇത് ഞാൻ തലേന്ന് രാത്രി ഉണ്ടാക്കിയ ബേക്ക്ഡ് ബീൻസിൻ്റെ കറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അതും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ ഉപ്പ് നാരങ്ങ പിന്നെ നമ്മുടെ സോയാ ചങ്ക്സ് ഫ്രൈ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് മാഷാ അല്ലാഹ് നന്നായിട്ട് ലഞ്ച് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഒരു ചോക്ലേറ്റൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് ടി വി ഒക്കെ കണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് ഉറങ്ങാമെന്ന് കരുതി അങ്ങനെ കർട്ടനൊക്കെ ഇട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ഹാളിൽ തന്നെയാണ് കിടന്നത്. അങ്ങനെ കുറച്ച് നേരം കിടന്ന് ഒരു വൈകുന്നേരം 5 മണി അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ എണീറ്റു. പിന്നെ ഞാൻ എന്താ പറയുക നമ്മുടെ ഉച്ചക്ക് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം വേഗം തന്നെ എടുത്ത് വെച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഈവനിങ് സ്നാക്കായിട്ട് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം ഞാൻ ഈ കുറച്ച് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ചീസും ഫ്രഞ്ച് ഫ്രൈസും നഗറ്റ്സൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നഗറ്റ്സ് വെച്ചിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസും നഗറ്റ്സൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ലോഡഡ് ഫ്രൈസിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതവിടെ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് ഞാൻ കരുതി ഞാനിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കും റെഡ് കളറിലുള്ള ക്യാപ്സിക്കും ഒരു ചെറിയ കഷ്ണം സവാളയും ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയും ഒക്കെ ചേർക്കാം, പക്ഷേ ഞാൻ ഇന്ന് തക്കാളി ചേർക്കുന്നത് അതിന് പകരം ആ റെഡ് കളറിലുള്ള ക്യാപ്സിക്കാണ്. അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ബാക്കിയുള്ള ഫ്രഞ്ച് ഫ്രൈസൊക്കെ അവിടെ എടുത്ത് വെക്കുന്നു, ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഫ്രഞ്ച് ഫ്രൈസും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇനി ഇതേ ഓയിൽ തന്നെ നമുക്ക് നഗറ്റ്സ് ഉണ്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതും ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മുടെ പുഡിംഗ് ട്രേ എടുത്താൽ മതി, അപ്പോൾ നമുക്കത് ഓവനിൽ ബേക്ക് ചെയ്യാൻ പറ്റില്ല, അതിലേക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും സവാളയും ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് വൈറ്റ് സോസ് ഒന്നും ആക്കുന്നില്ല, ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ മയോണൈസും നമ്മുടെ ചില്ലി സോസൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വൈറ്റ് സോസൊക്കെ ഒഴിച്ചിട്ട് ചെയ്യുമ്പോൾ അതും വേറെ ഒരു ടേസ്റ്റാണ്. ഞാൻ പിന്നെ ഇത് കുറച്ച് എളുപ്പത്തിലാക്കാന്നുള്ള ഇതിലാണ്. അങ്ങനെ നമ്മുടെ മയോണൈസും ചില്ലി സോസും കുറച്ച് മൊസറല്ല ചീസും ഇട്ട് കൊടുത്ത് പിന്നെ നഗറ്റ്സും പിന്നെ അതേ സെയിം പ്രോസസ്സ് അതേ ലെയറിൽ ഫ്രഞ്ച് ഫ്രൈസ്, നമ്മുടെ കട്ട് ചെയ്ത വെജിറ്റബിൾസ്, ചീസ്, മയോണൈസ് പിന്നെ നമ്മുടെ നഗറ്റ്സും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ചും കൂടി നമ്മുടെ ഈ സോസും മയോണൈസും ഒക്കെ ഇട്ട് നല്ലപോലെ ചീസും വെച്ച് കൊടുത്ത് പിന്നെ മേലയിൽ ഞാൻ കുറച്ച് ഒലീവ്സും വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അങ്ങനെ അത് ഞാൻ ഓവനിലേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാനിതൊരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സാണ്
വെച്ച് കൊടുത്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവണായിരുന്നു. അപ്പോൾ അതിലേക്ക് 10 മിനിറ്റ്സ് നമ്മുടെ ജസ്റ്റ് നമുക്ക് ആ ചീസൊന്ന് മെൽട്ടായി കിട്ടണം, അത്രയല്ലേ നമുക്ക് വേണ്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തെടുത്ത ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ആണല്ലോ. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ എൻ്റെ ഓവൺ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചായയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നമ്മുടെ ഈവനിങ് ചായയും ഈ നമ്മുടെ ലോഡഡ് ഫ്രൈസൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ. എൻ്റെ ഈ സാറ്റർഡേയിലുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.